വർക്കലയാളത്തെ രണ്ടാമത്തെ ദിവസം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ താമസിച്ചു പോയി. അതായത് ഇപ്പോൾ സമയം ഒരു 12:41. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രഞ്ച് ആക്കാം എന്ന് വിചാരിച്ചു. ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ് ആസ് ഓഫ് നൗ. മേ ബി ഓക്കെ, ലെറ്റ് സി. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഡൽഹിക്കാരനാണ്, ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. സോ ബ്രോ, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ഫ്രം കേരള? It's wonderful. I am at this such a beautiful place. This is more than a heaven to me, and the God's own country. In fact, I love South Indian. A lot of things about South India. A lot, especially the beaches, seafood. People are really very friendly and really very helpful. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ആളുടെ കുറച്ച് എക്സ്പീരിയൻസസും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. So you want to try the authentic Kerala food, right? Yes. You have already told me one very good nice restaurant. Yeah, one nice restaurant is over there. So we'll go there and we'll try that. Definitely we're going to try that. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു പട്ടിക്കുട്ടനുണ്ട്. ഇവൻ രാവിലെ ഇരുന്നിട്ട് ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ബോയ്. അപ്പോൾ ഇവിടെ രണ്ട് ചങ്ങായിമാരുണ്ട്. ബ്രോ എവിടുന്നാ? വയനാട്. ഞാൻ ഇടുക്കി. അപ്പോൾ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല, അപ്പോൾ ബ്രഞ്ച് ആക്കിയേക്കാം. ഇവിടെ ഓലപ്പുര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ ആ വർക്കല ക്ലിഫിൽ നിന്ന് മാറി ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ജോളിബായിക്ക് ഇവിടുന്ന് ഓതൻറ്റിക് കേരള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓലപ്പുരയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം ഊണ് കിട്ടുമോ നോക്കണം. ആൾക്ക് ഊണ് വാങ്ങിച്ചു കൊടുത്തേക്കാം. കുറേ ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ ഇങ്ങനെ മീൽസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. You ordered fish, right? Fish curry, right? Not fish curry, actually it's fish fry. Fish fry. Okay, നമ്മുടെ കറി വന്നിരിക്കുകയാണ്. പരിപ്പ് കറി, ഫിഷ് കറി ഉണ്ട്, മോര്, സാമ്പാർ, ഓക്കെ, രസം. So this is fish curry. Dal. And this is curd, a form of curd that is something. This is Kerala special. And this is sambar. Sambar, you know, the South Indian sambar. Yes. And this is rasam. Rasam is normally eaten with Kerala meals, right? So it is little spicy. So these are curries. Okay. This is in Kerala its name is nattal fry. This is fish only. Dry fish. This is potato, I think. This is thoran, and that is pickle, mango pickle. This is papad, and this is like This is egg omelette. Oh, nice. Okay. So let's have our food. Yeah, sure. ഒരു ചാർജ് ചെയ്യുന്ന കുറച്ച് കത്തിയാണെങ്കിലും കുറേ കറീസ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പായസം കൊണ്ടു തന്നിട്ടുണ്ട്. ബ്രോ, ഹൗ ഈസ് ദ ഫുഡ്? Amazing. Okay. I'm really enjoying a lot. അവിടെ നിന്ന് ഫുഡ് വെച്ചിട്ട് പുറത്തിറങ്ങി. And how was the food? Very yummy. I didn't come for eating food. I was not feeling like hungry. But when I sit there and when I felt the aroma and when I started eating the food, Okay. each and everything was amazing, and I just finished everything. Unbelievable. It's really good food. Very tasty. Yeah, very yummy. നമ്മൾ കേരളത്തിൽ വന്നിട്ട് നമുക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ നോർത്തിൽ നിന്ന് കേരളം കാണാൻ വന്നിട്ട് അത് ഒതന്റിക് കേരള മീൽ തന്നെ നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തു. സോ അപ്പോൾ നമ്മൾ ഇനി സൗത്ത് ക്ലിഫിലേക്ക് പോവാണ്. സൗത്ത് ക്ലിഫിലേക്ക് പോയിട്ട് ഒരു സ്കൂട്ടർ റെന്റ് എടുത്തിട്ട് ഇവിടെ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. എല്ലാവരും പോകുന്ന സ്ഥലമാണ്. വെറുതെ അവിടെ ഒരു ഡ്രൈവ് പോയിട്ട് വരാം. ഓക്കെ, ഡെഫിനറ്റ്ലി. ഹായ് ബ്രോ. ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗാർഡുകളുണ്ട്. ഇവിടെ റോപ്പ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, മഴക്കാലം ആയതുകൊണ്ട്. നമുക്ക് ഇതിലെങ്ങനെ പതിയെ ഇറങ്ങിപ്പോവാം. Okay, beach la rana bro, it's not possible to go into the waters. The guards are there. Okay, we'll just walk over maybe. Yeah, sure. That's our only possibility. ഭയങ്കര റഫാണ് കേട്ടോ. ഇത് വെള്ളം ഇവിടെ വരെ കയറി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. എനിക്കൊന്ന് വർക്കല ക്ലിഫിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഗാർഡുകൾ ആരെയും കടത്തി വിടുന്നില്ല. സാധാരണ നമുക്ക് ഒക്ടോബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് ഇറങ്ങി പോവാം ബീച്ചിലേക്ക്. പക്ഷെ ഇപ്പൊ ഭയങ്കര റഫാണ് സീൻ. അപ്പൊ ഇവിടെ നല്ല കാറ്റാണ്. ഇവിടെ കാറ്റ് കാരണം ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. അതുപോലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കാറ്റ് അടിച്ചിട്ട് ഇവിടെ നിൽക്കാനുണ്ട് ഒരു പ്രത്യേക ഒരു രസമാണ്.
was summer season, you could have gone into the water. Yeah, I am still thinking of going to the water, honestly speaking, to go in and then I will never come back, I think. So, ഞങ്ങളവിടെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഗാർഡ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ അകത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിനി കുറച്ചും കൂടെ നടന്നു. but it was adventurous little bit. No, it's not a big deal actually. It's a Yeah. small. Yeah, but now I can see this black sand. This is called black sand beach actually. ഇതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഇവിടുത്തെ മണലിൻ്റെ ഒക്കെ നിറം ബ്ലാക്ക് ആണ്. കാരണം ഇവിടെ എന്തോ മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ബ്ലാക്ക് സാൻഡ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഞങ്ങൾ ഈ സൗത്ത് ക്ലിഫിൻ്റെ അവിടെ നിന്ന് കുറേ വന്നു. ശരിക്കും പറഞ്ഞാൽ വർക്കല വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആരും ഈ ഒരു സൈഡിലേക്ക് വരാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം നമ്മൾ സൗത്ത് ക്ലിഫ് ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. ഇപ്പം നമ്മൾ പോണ സ്ഥലത്തേക്ക് വേറൊന്നുമില്ല, ഈ തെങ്ങും തോപ്പുകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഈ കടലിൻ്റെ ആംബിയൻസും ഈ കാറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി യു ഹവ് ബീൻ ഇൻ ഡൽഹി റൈറ്റ്, സോ ഇറ്റ്സ് എ ലാൻഡ് ലോക്ക്ഡ് ഏരിയ, so you won't be able to enjoy the correct beaches. So, yeah, there is no beaches of course in Delhi and it's completely locked by land. so ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളൊന്നും അധികം വരത്തില്ല. കാരണം ഇതൊരു അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ്. വർക്കലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു വർക്കല ഏറ്റവും സതേൺ അറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഈഗിൾസിനെ കാണാനായിട്ട് സാധിക്കും. Wow, this is amazing. They are just enjoying the rhythm of that wind. ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ ലോക്കൽ പട്ടിക്കുട്ടന്മാരാണ്. ഈ കടല് നമുക്ക് ഭയങ്കര റഫല്ലേ, ഇറങ്ങാൻ പറ്റിയ ബീച്ചസ് ഒന്നും ഇല്ല അല്ലേ? എവിടെ അങ്ങേ സൈഡിലോ? കുഴപ്പമില്ല അല്ലേ? ശരി ചേട്ടാ, ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു ക്ലിഫിന്റെ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പോയി നോക്കാം. ഇത് അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല, എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. യെസ്, അയ്യോ, ഇവിടെ ഒരുപാട് അറ്റത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ എന്നെ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. അയ്യോ, ഇവിടെ നിൽക്കാൻ പേടിയാ, ഞാൻ പോവാണ്. എങ്ങാനും എന്നെ കടലെടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും. You know what, after seeing this beautiful scene, I am feeling like singing that song of A.R. Rahman. ഞങ്ങൾ സ്കൂട്ടർ എടുത്തിരിക്കുകയാണ്. കാപ്പിൽ ബീച്ചിലേക്ക് പോവാം. ഇന്ന് സ്കൂട്ടി നല്ല കണ്ടീഷനുള്ള സ്കൂട്ടിയാണ്. അതിന് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നേരെ നമ്മൾ കാപ്പിൽ ബീച്ചിലേക്ക് എത്തിയാണ്. കാപ്പിൽ ബീച്ച് 4.5 കിലോമീറ്റർ ആണ് വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലേക്കുള്ളത്. ഇവിടെ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞാൽ നേരെ കാപ്പിലേക്ക് എത്തും. ഈ സൈഡിൽ കണ്ടോ, നല്ല വ്യൂ ആണ്. യു ക്യാൻ ടേക്ക് ദാറ്റ് സൈഡ്, സീ സ്റ്റണ്ണിങ് വ്യൂസ്. വണ്ടി ഓടിച്ച് കാപ്പിൽ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. കാപ്പിൽ ബീച്ച് ഉണ്ടോ? ഇവിടെ ഒന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വർക്കലയിലെ ബീച്ചിൻ്റെ അവിടുത്തെ ക്ലൗഡ്സ് ഭയങ്കര മൂടി ആയിട്ടുള്ളതുകൊണ്ട് നേരെ കാപ്പിലേക്ക് വന്നു. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സൺസെറ്റ് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ കുറേ ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സൈഡിലേക്ക് പോവാം. സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി ബീച്ചിലേക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോട്ട് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ബോട്ടാണെന്ന് തോന്നുന്നു. ആളുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ മഴക്കാലത്ത് ആകെ നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു ബീച്ച് ഈ കാപ്പിൽ ബീച്ച് മാത്രമേ ഉള്ളൂ. Oh my God. ഒരു രക്ഷയില്ലാത്ത തേരാണ് എൻ്റെ മോനെ.
നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ഭയങ്കര ശക്തിയുള്ള തരം. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കയറി പോകുന്നു. കാപ്പിൽ ബീച്ചിലിരുന്ന് സൂര്യാസ്തമയം കാണുന്ന ലേ ഞാൻ. അങ്ങനെ കാപ്പിൽ ബീച്ചിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി വർക്കല ക്ലിഫിലേക്ക് പോകണം. ഇന്നലെ തൊട്ട് ഇർഫാൻ ബ്രോ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി വർക്കലയിൽ ക്ലിഫിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിനെ കൂട്ടിയിട്ട് വൈകുന്നേരം ഡിന്നറൊക്കെ കഴിച്ച് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഇനി സ്കൂട്ടർ എടുത്ത് നേരെ ക്ലിഫിലേക്ക്. അപ്പോൾ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ഇവിടുത്തെ ലോക്കൽ കുട്ടികളാണെന്ന് തോന്നുന്നു. അവർ ഫുട്ബോളൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കും. ഇത് കയറുന്നു. നമ്മുടെ ഇവിടെ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂട്ടർ എടുത്തിട്ട് ക്ലിഫിലേക്ക് പോവാം. പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇതിനകത്ത് പെട്രോൾ ഒരു 2 കട്ടുണ്ട്. മതിയാവും ഇവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. എൻഡിലാണ് പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കാം. ഓക്കെ, ഷാൽ വി ഗോ? ഓക്കെ. ഒരാൾ വരുന്നുണ്ട്. ഒരാളെ കാണിച്ചു തരാം. ആരാ ഇത്? നിങ്ങൾ ലാസ്റ്റ് കസാക്കിസ്ഥാനിൽ വെച്ച് കണ്ടാണല്ലോ. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയില്. ഓക്കെ, കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഇർഫാൻ ഭായി? എവിടെ പോകണ്ടേ? നമുക്ക് ഡാർജിലിംഗ് കഫേ പോകാം. ഓക്കെ. ഇന്നലെ നമ്മൾ കണ്ട ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോഴും പാട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ പെർഫോമൻസസ് ഒക്കെ നടക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഡാർജിലിംഗ് കഫേ പോയാലോ? അത് ഞാൻ ഇന്നലെ അവിടെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതായത് ഉച്ചയ്ക്ക് ലിറ്റിൽ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ ആളുകൾ ഒക്കുപ്പൈ ചെയ്തിരിപ്പുണ്ട്. ബേസ് മോമോസ് ഇൻ വർക്കല. പക്ഷേ ഡാർജിലിംഗ് കഫേയിലും ബെസ്റ്റ് നല്ല മോമോസ്, നല്ല പിസ്സ. ഞാൻ ഇന്നലെ മോമോസ് കഴിച്ചു അവിടുന്ന്, ഡാർജിലിംഗ് കഫേന്ന്. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് വരുന്നത്. ഇവിടെ സൈഡിലെ ടേബിൾ എല്ലാം ഒക്കുപ്പൈ ചെയ്തിരിക്കും. ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കോഫി കുടിച്ചിട്ട് സീ നോക്കിയിരുന്നിട്ടുണ്ട്. നിറച്ച ആളുകൾ, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അത് വേറെ ഈ വർക്കലയിലെ റെസ്റ്റോറൻറ്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവറി ഇയർ അവർ ചേഞ്ച് ചെയ്യും, മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യും. സോ ഈ വരുന്ന മാനേജ്മെന്റ് ആയിരിക്കത്തില്ല നെക്സ്റ്റ് ഇയർ ദിൽ ബി കമ്മിങ് ആസ് എ മാനേജ്മെന്റ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? മീൻ വെച്ചിരിക്കുന്നുണ്ടോ? ഇവര് ഇത് പ്രിപ്പയർ ചെയ്തവരും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന്. ഇതാണ് ഇവിടുത്തെ ഫാൻസി റെസ്റ്റോറൻറ്റ്, കഫേ ഇറ്റാലിയനോ. അതായത് ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് പിസ്സ ഓർഡർ ചെയ്തിട്ട് 1.5 മണിക്കൂർ എടുത്ത് കിട്ടാൻ വേണ്ടിട്ട്. കഫേ ഇറ്റാലിയനോ ഓൾവേസ് ഫോർ ആംബിയൻസ്, അല്ലാതെ നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത്. Like if you come in couples, this restaurant is the best and also very good to take photos. ഡാർജിലിംഗ് കഫേയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കയറിയാലോ? യെസ്, ഡാർജിലിംഗ് കഫേ കയറാം. ഇതൊന്നും മൊത്തം നല്ല തിരക്കാണ്. കയറി നോക്കാം സീറ്റ് കിട്ടുമോ. നൈറ്റ് ഇട്ടിട്ട് നല്ല ആംബിയൻസ് ആണ്. പകൽ വന്നപ്പോൾ കണ്ട ഡാർജിലിംഗ് കഫേ അല്ല രാത്രിയിൽ വരുമ്പോൾ. എനിക്ക് തോന്നുന്നു സീ വ്യൂ കിട്ടുന്ന ഒരു സൈഡിലൊരു ടേബിൾ ഉണ്ട്. നമുക്ക് അവിടെ പോയിരുന്നല്ലോ. Is it already occupied? I think we can go there, no? എന്താ ഓർഡർ ചെയ്യാം? എന്താ കഴിക്കാറുണ്ട് ഭായി? നോക്കാം എന്താണെന്ന് നോക്കാം. ഓക്കെ. കൂടുതലും ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷ് സൂപ്പർ ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടെ തന്നെ സ്പെഷ്യൽ ഉണ്ട്. ഓക്കെ, വിൽ ബി പ്രീ ഗുഡ്. അങ്ങനെ നമ്മുടെ ഡിന്നർ ഓർഡർ ചെയ്തിട്ട് ഈ ഡാർജിലിംഗ് കഫേയുടെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് കടലിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. ഈ കാറ്റടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത മോമോസ് എത്തിയിരിക്കുകയാണ്. ഡാർജിലിംഗ് കഫേ വന്നു കഴിഞ്ഞാൽ മോമോസ് കഴിക്കണം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഞാനിതുപോലെ മോമോസ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. മോമോസിന് പുറകെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ സിസ്ലറും എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം കടലിലിറങ്ങി കുളിച്ചതിന് ശേഷം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഇർഫാൻ ഭായി പോവാല്ലേ? അൺടിൽ നെക്സ്റ്റ് ടൈം. നമുക്ക് അടുത്ത പ്രാവശ്യം തിരുവനന്തപുരം പിടിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ഓക്കെ. ബൈ ബൈ അല്ല, പോയിട്ട് വരാം എന്ന് പറയൂ. ഓക്കെ. അങ്ങനെ ഇർഫാൻ ബ്രോയെ പറഞ്ഞു വിട്ടിട്ട്
ഞാൻ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും പോകാനുള്ള എനർജി എനിക്കില്ല. ഇന്നിപ്പോൾ കിടന്നുറങ്ങണം. നാളെ തിരിച്ച് ഞാൻ കണ്ണൂരേക്ക് പോവാണ്. നാളെ രാവിലെ ഇവിടുന്ന് ഒരു 12 മണിക്ക് ട്രെയിൻ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് വർക്കലയിൽ നിന്ന്. അപ്പോൾ ട്രെയിൻ പിടിച്ച് നേരെ എറണാകുളത്തിന് പോകുന്നു. എറണാകുളത്ത് നിന്ന് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കണ്ണൂരേക്ക്. രാത്രി വെറുതെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. ഞാൻ പോരാറായപ്പോഴത്തേക്കും വർക്കലയിൽ മഴ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റും മേടിച്ചു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഇവർ കുറച്ച് ബ്രെഡും ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ഫിഷ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ചിനകത്ത് ലൈക്ക് സ്ക്രാമ്പിൾഡ് എഗ്സ്, പൊട്ടാറ്റോ, മഷ്റൂം, പിന്നെ ഒരു കുറച്ചൊരു സാലഡ് പോലെ ഫ്രൂട്ട് സാലഡ് പോലെ കൊണ്ടു തന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഈ കടലിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും കണ്ടിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. Are you feeling? Yeah, I'm feeling great. Milk teacher. Okay, thank you. അങ്ങനെ വർക്കലയോട് യാത്ര പറഞ്ഞ് എറണാകുളത്തേക്കുള്ള ട്രെയിൻ യാത്രയിലാണ്. എറണാകുളത്ത് വന്നിട്ട് ഒരു കഫേയിൽ കയറിയിട്ട് ഒരു ഇറച്ചിച്ചോറ് വാങ്ങിച്ചു. ഇത് അവരെന്തോ പേര് പറഞ്ഞു, എനിക്ക് പേരെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്തോ ഇറച്ചിച്ചോറ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കട്ടൻ ചായയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിച്ചോറും കട്ടൻ ചായയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ചായപ്പീടിക എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഷോപ്പാണ്. നല്ല ഷോപ്പാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോഴുള്ളൊരു കടയാണ് ചായപ്പീടിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കാം. നല്ല ഫുഡാണ്. ഡിന്നർ കഴിച്ച ശേഷം ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ ബസ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പില്ലർ നമ്പർ 734 അവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകണം. ബസ് കണ്ടുപിടിച്ചു. ഇനി നേരെ കണ്ണൂരിലേക്ക്.